ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഇസ്രായേലിന് നെതന്യാഹുവിനെതിരെ ഞാൻ വീഡിയോ ചെയ്തതിന് ഇസ്രായേലിലുള്ള കുറച്ച് ക്രിസംഖ്യകളും സംഖ്യകളുണ്ടല്ല കുരുപൊട്ടിക്കൊണ്ട് എനിക്കെതിരെ വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് കുരുപൊട്ടാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഈ ക്രിസംഖ്യക്കെതിരെ ഞാൻ മിനിഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് കൂടിയാണ് ഈ ക്രിസംഖ്യക്ക് വല്ലാടങ്ങ് കുരുപൊട്ടിയത്. എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞ് വരുണേ ആ ക്രിസംഖ്യകൾ നിനക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടെന്ന്. ഞാൻ വിചാരിച്ച ആ ക്രിസംഖ്യകൾ വീഡിയോയിൽ എന്നെ കണ്ടം വഴി ഓടിച്ചു കാണുന്നു. കേരളത്തിലെ എല്ലാ കണ്ടം വഴിയും എന്നെ ഓടിച്ചു കാണുന്നു. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടല്ല. എന്താ അവസ്ഥ എന്നറിയാം. ദിലീപ് ഏട്ടന്റെ ബബ്ബ കണ്ടില്ലേ? വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ ആ സിനിമ കണ്ടേ. അതുപോലെ ആയിപ്പോയി. ആകെ ബബ്ബയായിപ്പോയി ഞാൻ. കാരണം എനിക്കതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ആ ക്രിസംഖ്യകൾ ചെയ്ത വീഡിയോയിലുണ്ടല്ല. ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് ആ വേട്ടാളിയന്മാർ ഒരൊറ്റ ഉത്തരം തന്നില്ല. വെറുതെ എന്റെ വീഡിയോ വെച്ചിട്ട് അവന്മാർ അവിടെ നിന്നുണ്ടല്ല ബബ്ബ അടിക്കുന്നത്. 10-15 ക്രിസംഖ്യകളുണ്ട്. അവരെല്ലാം കൂടി കടന്ന് ബബ്ബ അടിക്കുന്നു. ഞാൻ ആ ക്രിസംഖ്യക്കെതിരെ ചെയ്ത വീഡിയോയിലുണ്ടല്ല അവര് പറഞ്ഞ കുറെ പൊട്ടുത്തരങ്ങളും കുറെ പച്ചക്കളങ്ങളും ഉണ്ടല്ല പൊളിച്ചടിക്കിന്, നല്ല രീതിയിൽ പൊളിച്ചടിക്കിന്. പക്ഷെ അവന്മാർക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യം പോലും കള്ളാന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ ക്രിസംഖ്യലുണ്ടല്ല കുരുപൊട്ടിക്കൊണ്ട് എനിക്കെതിരെ ചെയ്ത വീഡിയോ കാണാം. അതിനുശേഷം അവന്മാർക്ക് നമുക്ക് വീണ്ടും നല്ല മറുപടി കൊടുക്കാം. കണ്ടം വഴി നമുക്ക് അവന്മാർ പൊട്ടിക്കാം. ഇസ്രായേലി വന്നിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇപ്പൊ യൂട്യൂബ് ചാനൽ വരെ ഞങ്ങളുടെ പേര് പറഞ്ഞിരിക്കുകയാണ്. ഇവനൊക്കെ ഉണ്ടല്ലോ ഒരുമാതിരി ഈ കടി എന്നൊക്കെ പറയല്ലേ, കടി എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കടിയല്ലേ. ഇസ്രായേലില് വീഡിയോസ് ഇടുമ്പം വന്ന് കമന്റ് ഇടുന്ന ചെറിയ കടിയുള്ളമാരല്ല, വലിയ കടിയുള്ളമാരാണ്. അവന്മാർക്കുള്ള മറുപടി കണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കും. പിന്നെ നീ ഇവിടെ വീഡിയോ ചെയ്യുന്നവന്മാരെ പറ്റി എല്ലാം അടിച്ച് കൊടുക്കുന്നുണ്ട്. റാമോയി ആരാന്ന് മനസ്സിലായോ? ചേട്ടൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സംഘികളും റാമോയി മറ്റേത് കണ്ടിച്ചവനാണോ? കണ്ടിച്ചവൻ അങ്ങനെ ഞാൻ പറയാം. അതുകൊണ്ടല്ല നീ ഇത്രയും വീഡിയോ സംഘികളെയും ക്രിസംഖ്യകളെയും സൂചിപ്പിച്ചോ. ഇസ്രായേലിന്റെ കഥ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കും. പറയുന്ന പോലെ അല്ല, ഇസ്രായേൽ മൊത്തത്തിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പൊട്ടൻ കുണാപ്പ ഇസ്രായേൽ തീർന്നാൽ ഇവിടെയുള്ള ഇന്ത്യക്കാരും നമ്മുടെ ഗവൺമെന്റ് ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നുണ്ട്. തലയിൽ ചിന്തിക്കാനായിട്ട് ഒരു ഇച്ചിരി മൂളയുണ്ടെങ്കിൽ ചിന്തിച്ചു കൂടെങ്കിൽ നട്ടലിന് ഉറപ്പുള്ളവനാണെങ്കിൽ ഒരു 2 പേരുടെ വീഡിയോ നിനക്ക് ഇട്ട് കാണിക്കാവോ? ഇസ്രായേലിൽ വലിയ ദുരന്ത അന്തരീക്ഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇസ്രായേലിൽ നിൽക്കാൻ പറ്റുമല്ല. ഞങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് 2 പേരുടെ വീഡിയോ നിനക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതും പോട്ടെ, നിന്നെ ഒരാളെ ഞാൻ കാണിച്ചു തരാം. ഡാൽഫിനെ, നീ എന്നാണ് നാട്ടിൽ നിന്ന് വന്നത്? നീ എന്തിനുകൊണ്ടാ നീ എങ്ങനെ നാട്ടിൽ നിന്ന് തിരിച്ചു കയറി വന്നത്? നീ എന്തുകൊണ്ടാ ജോർദാൻ വേണ്ടി കയറി വന്നത്? അവസാനം അവൻ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ഏതോ ഒരു പെണ്ണ് ബംഗറിൽ നിന്ന് കിടന്ന് കാണുന്ന വീഡിയോ അവനിട്ടുണ്ട്. എടാ പൊട്ടൻ കുണാപ്പ, ഞാൻ പിന്നെ പൊട്ടാന്ന് വിളിക്കണം. പൊട്ടാ ഒന്നാമത്തെ കാര്യം, ബംഗറിൽ ഇവിടെ പോകുന്നതെന്നറിയോ? ഇവിടെ ഇസ്രായേലിയുടെ നിയമമാണ്, നമ്മുടെ ഇവിടുത്തെ ഒരു നിയമമാണ്. സൈറനടിച്ചോ ബംഗറിൽ പോവാ. ഇവരില്ലേ ബംഗർ പോകാന്ന് പറയുന്നുള്ളൂ. ഇവിടെ ഒരു 100 പേരുണ്ടെങ്കിലേ 2 ഒലത്തിയ ബംഗർ അല്ല ഉണ്ടാക്കി വെച്ചേക്കണേ. എല്ലാവർക്കും സേഫ് ആവാൻ വേണ്ടി എല്ലായിടത്തും ബംഗർ. നിങ്ങൾ കയറിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ വിഷയമല്ല, ഞങ്ങൾ നോക്കിക്കോളാം. നമുക്ക് സേഫ് ഒരു വിഷയമില്ല. പൊട്ടിക്കണ്ടേ? ഇത് മറ്റേ അവന്റെ പേരെന്നാ പറഞ്ഞത്? റാമോയി. ആ ഓയ്ക്കും വേണ്ടി മാത്രമുള്ള വീഡിയോ അല്ല. ഈ ഇവിടെ ഇസ്രായേലി മലയാളീസ് ഉണ്ട്, ഒത്തിരി പേരുണ്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അവരുടെ ഒക്കെ കമന്റ് ബോക്സിൽ വന്ന് ചൊറി തവളകൾക്കും കൂടെ ഉള്ള വീഡിയോ ആണിത്. എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയില് അവിടെ കിടന്ന് ചൊറിഞ്ഞ 10-15 സംഖ്യകളും ക്രിസംഖ്യകളില്ലേ അവരോടൊക്കെയാണ്. അവിടെ കിടന്ന് ചൊറിഞ്ഞാണ്ടല്ല ആ ചൊറിച്ചലിന് നല്ല മറുപടി ഉണ്ടല്ല. ബോധം വരുള്ള ആൾക്കാർ നല്ല മറുപടി ഇടും. ആ മറുപടികൾക്കും ഇങ്ങനെ കൂട്ടം കൂടി കുരുപൊട്ടാനേ നിങ്ങളെ കൊണ്ട് പറ്റൂ. അവിടെ പോയത് ജോലി ചെയ്യാനാണെങ്കിൽ ആ ജോലി ചെയ്ത് നൊടിയാണ്ട് റൂമിൽ പോയി കിടന്നിറങ്ങിയാ പോരെ. ബങ്കറിൽ പോയി കിടന്നിറങ്ങിയാ പോരെ. അവിടെ ഇമ്മാരി ചൊറിച്ചിൽ പറഞ്ഞാണ്ടല്ല നല്ലത് ഇനിയും കിട്ടും. ഇസ്രായേലികൾക്ക് പോലും ഉണ്ടല്ല നെതന്യാഹുവിനോട് ഇത്രയും സ്നേഹമില്ല. ഇസ്രായേലികൾ പോലും ആ നെതന്യാഹുവിനെ കണ്ടെങ്കിൽ കണ്ട വഴി ഓടിക്കാനാണ് നിൽക്കുന്നത്. അപ്പോഴാണ് കേരളത്തിൽ നിന്ന് പോയ കുറച്ച് ക്രിസംഖ്യക്ക് മാത്രം നെതന്യാഹുവിനെ അച്ഛനെ പോലെ കാണുന്നത്. ഇനി നിന്റെയൊക്കെ മനസ്സിൽ എത്രമാത്രം മതവിരുദ്ധത മുസ്ലിം വിരുദ്ധതയുണ്ടെന്ന് ഞാൻ തെളിയിച്ചേരട്ടെ. കാരണം ഉണ്ടല്ല ഇറാനെയും പലസ്തീനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമുണ്ടല്ല നിങ്ങളൊക്കെ എന്നെ മുസ്ലിമാക്കി. അതായത് ഇറാനെയും പലസ്തീനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ മൊത്തം മുസ്ലിമാണെന്നുള്ള നിന്റെയൊക്കെ ബോധം ഉണ്ടല്ല. അതുണ്ടല്ല നിനക്കൊന്നും മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ല, അത് ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ടാണ് നിന്നെയൊക്കെ ഉണ്ടല്ല സംഗീന്നും ക്രിസംഗീന്നും ഞാനവിടെ കൊണ്ട് എല്ലാവരും വിളിക്കുന്നത്. ഏത് മതപ്പെട്ടവരായാലും ശരി, മനുഷ്യത്തോളം എല്ലാവരും ഉണ്ടല്ല. അതിപ്പോ ക്രൈസ്തവനായാലും ശരി, മുസ്ലിം ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, ഇറാനെയും പലസ്തീനെയും എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ മനുഷ്യത്വം നന്മയൊന്നും ഇല്ലാത്ത ഒരു ടീം ഉണ്ടെങ്കിൽ അത് ക്രിസംഖ്യകളും മാത്രമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നെതന്യാഹുവിനെ, അവിടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന നെതന്യാഹുവിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അവിടെയുള്ള ഒരു ചേട്ടന് എന്റേത് മുറിച്ചതാണോ മുറിക്കാത്തതാണോന്ന് വല്ലാതെ സംശയമുണ്ട്. എന്റെ ചേട്ടാ ഞാനുണ്ടല്ല നല്ലൊരു ഹിന്ദുവാണ്, അസൽ ഹിന്ദുവാണ്. എന്റെ സംസ്കാരം ഉണ്ടല്ല മനുഷ്യരെ സ്നേഹിക്കുക,
മനുഷ്യത്വമുള്ളവരെ സ്നേഹിക്കുക, സഹജീവികളെ സ്നേഹിക്കുക, നന്മയുള്ള എല്ലാത്തിനെയും, അതിപ്പോ മനുഷ്യനായാലും ശരി എന്തായാലും ശരി നന്മയുള്ള എല്ലാത്തിനെയും സ്നേഹിക്കുക എന്നുള്ളതാണ് എന്റെ ധർമ്മം, എന്റെ ഹിന്ദു ധർമ്മം എന്നെ പഠിപ്പിക്കുന്നത്. അല്ലാതെ സംഘികളെയും ക്രിസംഗികളെയും പോലെ അപ്പ കാണുന്നവനാ അഫ എന്ന് വിളിക്കുന്നില്ലേ, അതല്ല എന്റെ ധർമ്മം എന്നെ പഠിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ എന്നോടൊരു കാര്യം ചോദിച്ചു, ഇസ്രായേലിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രണ്ടാൾക്കാരുടെ വീഡിയോ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന്, നട്ടലുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന്. അവിടെ ഇരിക്കുന്ന എല്ലാ വേട്ടാവളിമാരോടും ഞാനൊരു കാര്യം പറയട്ടെ. ഒരു സ്ത്രീ കുറച്ചു ദിവസം മുന്നേ ഉണ്ടല്ല അവിടെയുള്ള ബുദ്ധിമുട്ട് മൊത്തം പറഞ്ഞപ്പം നീയൊക്കെ കൂടി, നീ അടക്കുന്ന എല്ലാ നാറികളും കൂടി ആ സ്ത്രീനെ അത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ആ സ്ത്രീന ഇസ്രായേലിന്റെ ജോലിയില്ലേ, ആ ജോലി പോലും ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങളൊക്കെ കളിച്ച കളിയിട്ടില്ല, നമ്മളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നിന്നെയൊക്കെ കാണിക്കാനാണെങ്കിൽ ഒരുപാട് വോയിസ് എന്റെ അടുക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം അതൊക്കെ കാണിക്കാത്തത് അവരുടെ സേഫ്റ്റി ഉണ്ടല്ല, അവരുടെ ജോലിയെ ബാധിക്കുന്നത് കൊണ്ട് മാത്രമാണ്. കാരണം ഇസ്രായേലിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മലയാളികൾ പലരും എന്നോടെന്താ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാം, ഇറാന്റെ മിസൈൽ ഉണ്ടല്ല, ഇറാന്റെ മിസൈലിനെയും കാട്ടി അവർ പേടിക്കുന്നത് അവിടെയുള്ള ക്രിസംഗികളും സംഘികളില്ലേ, നിന്നെ പോലത്തെ ക്രിസംഗികളെയും സംഘിലെയാണെന്ന്. കാരണം അവിടെ ബുദ്ധിമുട്ടുണ്ടെന്ന് വീട്ടിൽ വിളിച്ചറിയിച്ചാൽ പോലും നിങ്ങളുണ്ടല്ല, നിങ്ങൾ അവരുടെ ജോലി അവിടെ നിന്ന് കളയും പോലും. അതുകൊണ്ട് മാത്രമാണ് വേട്ടാവളിയും ക്രിസംഗി സംഘികളെ അവിടെ നിന്ന് വീഡിയോസോ അവിടെ നിന്ന് വോയിസോ ഞാനിവിടെ കേൾപ്പിക്കാത്തത്. പിന്നെ ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് ബങ്കറിന്റെ കണക്കൊക്കെ പറയുന്നുണ്ട്, ഒരാൾക്ക് 2 ബങ്കറ, ഒരാൾക്ക് 4 ബങ്കറ എന്നൊക്കെ തള്ളുന്നുണ്ട്. എന്റെ ലോക പൊട്ട, പരമലോക പൊട്ട, ആ ചേച്ചി ഉണ്ടല്ലോ അന്നത്തെ ആ വീട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ബങ്കർ പോയിട്ട് ഒളിച്ചിരിക്കാൻ ഒരു ഇടം പോലും അവിടെ ഇല്ലാന്ന്. അതൊക്കെ ആ ചേച്ചിയുടെ ആ വീട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇപ്പോൾ ഉണ്ടല്ല ഒരാൾക്ക് 2 ബങ്കറുണ്ട് 4 ബങ്കറുണ്ട് എന്നുള്ള തള്ളുണ്ടല്ല, ആ തള്ളു തൽക്കാലം നിർത്തുകേട്ടാ. എന്തിനുള്ള ബങ്കറിൽ പോലും ഉണ്ടല്ല ചില ജൂതന്മാരുണ്ടല്ല, മറ്റുള്ളവരെ കയറ്റാൻ വിടാത്ത വീഡിയോസ് ഉണ്ടല്ല, അതൊക്കെ ഒരുപാട് നമ്മളിവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇസ്രായേലുള്ള നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നും കാണുന്നില്ലായിരിക്കും, നമ്മൾ ഇവിടെയുള്ള മലയാളികൾക്ക് മൊത്തമായിട്ട് അത്തരം വീഡിയോകളൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട്. എന്തിന് ക്രൈസ്തവരെയും ഹിന്ദുക്കളെയൊക്കെ കാണുമ്പോൾ ജൂതന്മാർ കാണിച്ചു വിടുന്ന ഒരുപാട് കോപ്രായങ്ങളില്ലേ, ആ കോപ്രായങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. നിന്നോട് ഞാൻ ഉണ്ടല്ല ഒരു ചോദ്യം കൂടി ചോദിക്കും, ആ ചോദ്യത്തിനെങ്കിലും നീ അടുത്ത വീഡിയോ ഉണ്ടല്ല, നീ ഒരു ആണെങ്കിൽ, നീ ഒരു നട്ടലുള്ള ആണെങ്കിൽ അടുത്ത വീഡിയോയിലും കണ്ടില്ല അതിനൊരു ഉത്തരം പറഞ്ഞു കേട്ടാ. കാരണം ഉണ്ടല്ല കുറച്ച് ദിവസം മുന്നേ ഒരു മലയാളി ഉണ്ടല്ല, ഒരു മലയാളി അവിടെ കൊല്ലപ്പെട്ടിനി. ആ മലയാളി എങ്ങനെ കൊല്ലപ്പെട്ടു, എപ്പം കൊല്ലപ്പെട്ടു, എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരം ഉണ്ടല്ല, ആ വിവരം നിനക്ക് തരാൻ പറ്റുമോ? നിനക്ക് പറ്റൂല. അവിടെയുള്ള വിവരങ്ങളുണ്ടല്ല, അവിടെയുള്ള സത്യങ്ങളെങ്ങാനും തുറന്നു പറഞ്ഞിട്ടില്ല, ക്രിസംഗി മോറ നിന്നിട്ടില്ല, ഇസ്രായേലി അവിടെ കെട്ടിയിടും, നിന്നെ അവിടെ പൂട്ടിയിടും. ഇനി ഞാൻ നിനക്ക് അതിന്റെ ഉത്തരം പറഞ്ഞിട്ടെ. ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ വീട്ടുകാരുണ്ടല്ല അവിടെ ഇസ്രായേൽ അന്വേഷിച്ചപ്പം അവർ കൊടുത്ത ഉത്തരം എന്താണെന്നറിയാം, അത് യുദ്ധം കൊണ്ടുണ്ടായ മരണമല്ലാന്ന്. അതായത് ഇറാന്റെ മിസൈൽ പതിച്ചിട്ടൊന്നല്ല അദ്ദേഹം മരിച്ചത്, വേറൊരു കാരണത്താലാണെന്ന്. കാരണം ഏതാന്ന് പറഞ്ഞില്ല, വേറൊരു കാരണത്താലാണ് അദ്ദേഹം മരിച്ചെന്നാണ് ഇസ്രായേൽ ഇവിടെയുള്ള വീട്ടുകാരെ അറിയിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ പണ്ടൊക്കെ കോമഡി കേട്ടില്ലേ, അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറയാൻ അച്ഛൻ പറഞ്ഞിരുന്നു, അതുപോലെയാണ് ആദ്യമേ പറഞ്ഞ് യുദ്ധം കൊണ്ടുള്ള മരണമല്ല, പക്ഷെ എന്തുകൊണ്ടാണെന്ന് അവർക്കും അറിയില്ല, ആർക്കും അറിയില്ല. അതുകൊണ്ട് അവിടെ കിടന്ന് കരകരാ കിരികിരി എന്ന് പറഞ്ഞ എല്ലാ ക്രിസംഗി സംഘങ്ങളും ഉണ്ടല്ല, ആളറിഞ്ഞ് കളിക്കട്ടാ. എന്നോടൊക്കെ കളിക്കുമ്പോൾ ആളറിഞ്ഞൊന്ന് കളിക്കാൻ നോക്കി. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിനുണ്ടല്ല, ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ട് വാകട്ടാ, പൊട്ടന്റെ പൊട്ട, ലോക പൊട്ടന്മാരെ. അതുകൊണ്ട് ഇസ്രായേലിലെ ബങ്കറിൽ നിന്നും ഒരു 5 മിനിറ്റ് സമാധാനം കിട്ടുമ്പോൾ പുറത്തിറങ്ങി ഇമാതിരി വീരവാദം മുഴക്കുന്ന എല്ലാ വേട്ടാവാളിയന്മാരും സംഘിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.